ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് നമ്മളിന്ന് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ വെജിറ്റബിൾസിന് പുറമെ പനീറും ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു സവോള നേരിയതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം നേരിയതാവണമെന്നില്ല, ആ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ഗ്രൈൻഡ് ചെയ്ത 2 പച്ചമുളക്, 1 ഇഞ്ചി, ചെറിയ കഷ്ണം 1 ഇഞ്ചി, പിന്നെ 6-7 വെളുത്തുള്ളി, 1 പിടി മല്ലിയില, 1 പിടി പുതിനയിലയും കൂടി ഒന്ന് അരച്ചെടുത്തതാണ്. ആ മിക്സ് കൂടി 1 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 6-7 ബീൻസ് അരിഞ്ഞതും 1 ക്യാരറ്റ് സ്ലൈസ് ചെയ്തതുമാണ്. നീളത്തിലാണ് എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറുതായിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാം. അതിന് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 തക്കാളി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയുടെ ആ ഒരു വെള്ളത്തിൽ വേണം നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തക്കാളിയുടെ അളവ് 2 എണ്ണം കറക്റ്റായിരിക്കും. ഒരു ചെറിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി 1 ടേബിൾ സ്പൂൺ തൈര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ഞാൻ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ്സോളം നമുക്കിത് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല. അതൊരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ 50 ഗ്രാംസ് പനീറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അല്ലാതെ പൊട്ടറ്റോസ് വേണമെങ്കിൽ അത് ചേർക്കാം. ഞാൻ അതൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ ഇത് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. ഇതായിപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബസ്മതി റൈസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ട ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയിൽ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നതെന്നൊക്കെയുണ്ട്. വീഡിയോ വലിയതാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഇപ്പോൾ ഇടാത്തത്. 1 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ ഈ ഒരു അളവിന് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വഴറ്റി വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് ദം പോലെ കിട്ടാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് ആ മസാലയൊക്കെ ഒന്ന് ശരിക്കും ആ അരിയിലേക്ക് കൂടി ഒന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാനിത് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫൈനലി ഞാൻ ഇതിൽ കുറച്ച് നെയ്യ് കൂടി ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.